പ്രിയ വിദ്യാർത്ഥികളെ, ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, പുതിയൊരു പാർട്ണർ വരുന്ന സമയത്ത് അക്കൗണ്ടൻ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാൽക്കുലേഷനാണ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. രണ്ട് മെത്തേഡുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരു മെത്തേഡാണ് പരിചയപ്പെടുന്നത്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. എന്താണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള രണ്ട് ഇലുസ്ട്രേഷനും ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. In this method, goodwill is calculated on the basis of excess profit earned by a firm in comparison to average profits earned by other firms. Such excess profit is called super profit, and the goodwill is calculated on the basis of super profits. If a business has no anticipated excess earnings, it will have no goodwill. ഈ മെത്തേഡ് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഗുഡ്വിൽ ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്ത് വേണം? സൂപ്പർ പ്രോഫിറ്റ് വേണം. എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ അധികം ബിസിനസ് സ്ഥാപനങ്ങളിൽ ചില ബിസിനസ് സ്ഥാപനങ്ങൾ മാത്രം മറ്റു ബിസിനസ് സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് എക്സസ് പ്രോഫിറ്റ് ഉണ്ടെന്നാണ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ചില ബിസിനസ് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദേ ആർ ഏണിംഗ് എക്സസ് പ്രോഫിറ്റ് ഇൻ കമ്പാരിസൺ ടു അതർ ഫേംസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. അതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു ബിസിനസ് സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ പ്രോഫിറ്റ് അവർ ഏൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ എക്സസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഉള്ള ബിസിനസ്സുകൾക്ക് മാത്രമാണ് ഈ മെത്തേഡിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് ആണെങ്കിൽ എന്ത് അസ്യൂം ചെയ്യണം? ഇറ്റ് വിൽ ഹാവ് നോ ഗുഡ്വിൽ. അത്തരം ബിസിനസ്സുകൾക്ക് എന്തില്ല? ഗുഡ്വിൽ ഇല്ല എന്നാണ് നമ്മൾ ഈ മെത്തേഡിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ നോർമൽ റേറ്റ് ഓഫ് ഏർണിംഗ് അപ്ലിക്കബിൾ ഇൻ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിസിനസ് ഈസ് 10%, അവർ ഫേം ഈസ് ആൾസോ എൻഗേജ്ഡ് ഇൻ ദ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ആൻഡ് വി ഹാവ് ഇൻവെസ്റ്റഡ് ₹1 lakh ആസ് ക്യാപിറ്റൽ ആൻഡ് വി ആർ ഏർണിംഗ് ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ₹25,000. ഈ എക്സാമ്പിളിൽ പറയുന്നത് ഒരു പ്രത്യേക മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്കൊക്കെ കിട്ടുന്നത് 10% പ്രോഫിറ്റാണ്. അതേ മേഖലയിൽ തന്നെ ആ 10% റിട്ടേൺ കിട്ടുന്ന അതേ മേഖലയിൽ തന്നെയാണ് നമ്മുടെ ബിസിനസ്സും പ്രവർത്തിക്കുന്നത്. ആൻഡ് വി ഹാവ് ഇൻവെസ്റ്റഡ് ₹1 lakh. അങ്ങനെ നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? ₹1,00,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വി ആർ ഏർണിംഗ് ആൻ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ₹25,000. നമ്മൾ ഓൺ ആൻ ആവറേജ് നമ്മൾ ഏൺ ചെയ്യുന്നത് എത്രയാണ്? ഒരു വർഷം ₹25,000 നമ്മൾ ഏൺ ചെയ്യുന്നത്. ഇപ്പം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ ആ ബിസിനസ്സിൽ ഒരു വർഷത്തിൽ കിട്ടുന്ന ലാഭം അതിൻ്റെ 10 ലക്ഷത്തിൻ്റെ 10% എന്ന് പറയുമ്പോൾ ₹1,00,000 അവർക്ക് കിട്ടുന്ന ലാഭം. ഇതേ മേഖലയിൽ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണെങ്കിലോ ഒരു ബിസിനസ് ആണെങ്കിലോ അവർക്ക് കിട്ടുന്നത് ഒരു വർഷത്തിൽ എത്രയാണ്? ₹50,000. ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൻ്റെ 10% എല്ലാവർക്കും റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് ഒരു വർഷം കിട്ടുന്നത്. ആദ്യം നമുക്ക് നോർമൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ 10% നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 1 lakh ഇൻറ്റു 10%. എത്ര വരും? ₹10,000 വരും. Then what is the average profit? Average profit is equal to 25,000. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിന് ആവറേജ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു വർഷം എത്ര രൂപ കിട്ടുന്നുണ്ട്? ₹25,000 കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അധിക ലാഭം നമുക്ക് കിട്ടുന്നുണ്ട്. ₹15,000 നമുക്ക് എക്സസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഈ എക്സസ് പ്രോഫിറ്റിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സൂപ്പർ പ്രോഫിറ്റ് is equal to 25,000 minus 10,000 is equal to 15,000. Goodwill is calculated by multiplying the super profits by a reasonable number of years, such as 2 years purchase or 3 years purchase, etc. ഇങ്ങനെ കിട്ടുന്ന സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗുഡ്വില്ല് കിട്ടുന്നത്. The steps involved under super profit method are: സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
അതിൽ വരുന്ന പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ആദ്യം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? എന്താണ്? ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് എടുത്ത് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഫിറ്റ് കിട്ടും. പിന്നീട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് നോർമൽ പ്രോഫിറ്റ്. എന്താണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഓൺ ആൻ ആവറേജ് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? അതാണ് നോർമൽ പ്രോഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എന്നോ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നോ പറയാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടെത്തി അതിനെ നോർമൽ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടെത്തേണ്ടതാണ് കാൽക്കുലേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഈ രണ്ട് പ്രോഫിറ്റുകളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നോർമൽ പ്രോഫിറ്റിനേക്കാളും ആവറേജ് പ്രോഫിറ്റ് കൂടുതൽ വരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത്. എന്താണ് ഇക്വേഷൻ? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അടുത്ത സ്റ്റെപ്പാണ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. എന്താണ് ഇക്വേഷൻ വരേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടെത്തണം, ദെൻ നോർമൽ പ്രോഫിറ്റ് കാണണം, ദെൻ ആവറേജ് പ്രോഫിറ്റിൻ്റെയും നോർമൽ പ്രോഫിറ്റിൻ്റെയും ഡിഫറൻസ് കണ്ട് സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. അതിനുശേഷം നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് സൂപ്പർ പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഇലിസ്ട്രേഷൻ നോക്കാം. ദ ബുക്സ് ഓഫ് എ ബിസിനസ് ഷോഡ് ദാറ്റ് ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓൺ December 31, 2015 rupees 5 lakh and the profits for the last 5 years were 2011 rupees 40,000, 2012 rupees 50,000, 2013 rupees 55,000, 2014 rupees 70,000 and 2015 rupees 85,000. You are required to find out the value of goodwill based on 3 years purchase of the super profits of the business, given that the normal rate of return is 10%. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് പറയുന്നുണ്ട് എത്രയാണ്? 5 lakh ആണ് ഇവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ കഴിഞ്ഞ 5 വർഷങ്ങളിലെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 3 years ആണ്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ആദ്യം കണ്ടെത്തേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ആവറേജ് പ്രോഫിറ്റും അറിയണം, നോർമൽ പ്രോഫിറ്റും അറിയണം. ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ ഈ തന്നിട്ടുള്ള 5 വർഷത്തെ പ്രോഫിറ്റുകൾ കൂട്ടിയെടുക്കണം. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇസ് ഈക്വൽ ടു 40,000 പ്ലസ് 50,000 പ്ലസ് 55,000 പ്ലസ് 70,000 പ്ലസ് 85,000 ഓൾ ഡിവൈഡഡ് ബൈ 5. ടോട്ടൽ വരുന്നത് 3 lakh ഡിവൈഡഡ് ബൈ 5 എത്ര വരും? 60,000 ആണ് ആവറേജ് പ്രോഫിറ്റ് വരുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളിലെ ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് എത്രയാണ്? 60,000 രൂപയാണ്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോർമൽ പ്രോഫിറ്റ് ആണ്. എന്താണ് നോർമൽ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ഇപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്രയാണ്? 5 ലക്ഷമാണ്. നോർമൽ റേറ്റ് ക്വസ്റ്റ്യൻ്റെ ഏറ്റവും അവസാനമായിട്ട് പറയുന്നുണ്ട് 10% ആണ്. ഇപ്പോൾ ഈസ് ഈക്വൽ ടു 5 lakh ഇൻറ്റു 10/100 എത്ര കിട്ടും? 5 ലക്ഷത്തിൻ്റെ 10% ഈക്വൽ ടു 50,000. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ പ്രോഫിറ്റും കിട്ടി.
ഇനി എന്ത് കാണാം? സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സൂപ്പർ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു 60,000 മൈനസ് 50,000 ഈക്വൽ ടു 10,000. ഇപ്പോൾ ഈ ബിസിനസ്സിന് എന്തുണ്ട്? സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണ്. സൂപ്പർ പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് എത്രയാണ്? 10,000 ആണ്. ഇനി ഗുഡ് വില്ല് കാണാം. ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 10,000 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 30,000. അപ്പോൾ ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ എത്രയാണ്? 30,000 രൂപയാണ് ഗുഡ് വില്ലായിട്ട് കിട്ടുന്നത്. ഒരു ഇലിസ്ട്രേഷനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അമിത് ആൻഡ് കാർത്തിക് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. ദേ ഡിസൈഡഡ് ടു അഡ്മിറ്റ് സുഭാഷ് ഫോർ ആൻ ഈക്വൽ ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേം വാസ് ആസ് ഫോളോസ്. ഇപ്പോൾ ഈ ബിസിനസ്സിൽ 2 പാർട്ട്നേഴ്സ് ഉണ്ട്, അമിത് ആൻഡ് കാർത്തിക്. പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ഈക്വലായിട്ടാണ്. സുഭാഷ് എന്ന് പറയുന്ന ഒരാളെ പുതിയതായിട്ട് അവർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. സുഭാഷിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷനാണ് താഴെ തന്നിട്ടുള്ളത്. ദെൻ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ, റിസർവ്, ലോണ്, സൺട്രി ക്രെഡിറ്റേഴ്സ്. അസറ്റ് സൈഡിൽ മെഷീനറി, ഫർണിച്ചർ, സ്റ്റോക്ക്, സൺട്രി ഡെറ്റേഴ്സ്, ക്യാഷ്. ഇത്രയും കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. താഴെ പറയുന്നത് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 12% പെർ ആനം. ദ ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ഫോർ ദ ലാസ്റ്റ് 4 ഇയേഴ്സ് വാസ് ₹30,000. കാൽക്കുലേറ്റ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദി ബേസിസ് ഓഫ് 4 ഇയേഴ്സ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ്. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ റേറ്റ് 12% ആണ്. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്? 30,000 രൂപയാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം? ആവറേജ് പ്രോഫിറ്റും അറിയണം, നോർമൽ പ്രോഫിറ്റും അറിയണം. ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, എത്രയാണ്? 30,000. ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 30,000. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തറിയണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണെന്നുള്ളത് അറിയണം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? അസറ്റ്സ് നമുക്കറിയാൻ പറ്റും, ലയബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അസറ്റിൽ നിന്ന് ലയബിലിറ്റീസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. അസറ്റ്സിൻ്റെ ടോട്ടൽ എത്രയാണ്? 1,90,000 ആണ്. അസറ്റ് സൈഡ് ടോട്ടൽ എത്രയാണ്? 1,90,000. ആ 1,90,000 നിന്ന് ലോൺ എമൗണ്ട് 25,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 5,000. ഈ 2 എമൗണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഈക്വൽ ടു 1,90,000 മൈനസ് 25,000 മൈനസ് 5,000 ഈക്വൽ ടു 1,60,000. 1,60,000 ആണ് ഈ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 1,60,000 ഇൻറ്റു 12/100. 12% നോർമൽ റേറ്റ് തന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 1,60,000 ഇൻറ്റു 12/100 എത്ര കിട്ടും? 19,200. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തി. ഇനി എന്ത് കാണാം? സൂപ്പർ പ്രോഫിറ്റ് കാണാം. സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. 30,000 മൈനസ് 19,200 ഈക്വൽ ടു 10,800. ദെൻ ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു 10,800 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് എത്രയാണ്? 4 ഇയേഴ്സ് പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ്സ്. ദെൻ 10,800 ഇൻറ്റു 4 ഈക്വൽ ടു 43,200. ഈ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഗുഡ് വിൽ എത്രയാണ്? 43,200. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് അറിയണമെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, നോർമൽ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം.
ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ ആ സൂപ്പർ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഗുഡ് വില്ല് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം സൂപ്പർ പ്രോഫിറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് എന്തുള്ളത്? ഗുഡ് വില്ലുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്ത മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ.